ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺഫിൽറ്റേർഡ് വൈഷ്ണവി. സോ ഇന്ന് ഞങ്ങൾ പുറത്തൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഞാനും അഭിരാമും ഒരുമിച്ചിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ബിക്കോസ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്ലാൻസ് കൊണ്ട് ചിലപ്പോൾ അത് ഒരുമിച്ചിരിക്കുന്ന ഒരു ഫ്രീ ടൈം എന്ന് പറയുന്നത് ഇവിടെ വന്നേ പിന്നെ കുറവാണ്. സോ ഇന്നങ്ങനെ ഒത്തു കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊക്കെ ഒന്ന് ചുമ്മാ പോയി ഒന്ന് ചായയൊക്കെ കുടിച്ച് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒരാഴ്ചത്തെ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അങ്ങ് റിലീഫ് ചെയ്തിട്ട് വരാം എന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാം എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഒരു ഇംപെർഫെക്റ്റ് സൺഡേ ഈവനിങ് വ്ലോഗാട്ടെ ഇന്ന്. സോ ലെറ്റ്സ് സീ. നമ്മുടെ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ കോട്ടൺ ഫാബ് എക്സിബിഷൻ നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ അപ്പോൾ തൊട്ട് വിചാരിച്ചത് അവിടെ ഒന്ന് പോകണമെന്ന്. എറണാകുളത്ത് വന്നേ പിന്നെ ഇങ്ങനെ അധികം പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങ് പോയി കളയാമെന്ന് വെച്ചു. അവിടെ ചെന്നപ്പോൾ ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. കൂടുതലും പലതരത്തിലുള്ള നോർത്ത് ഇന്ത്യൻ ഡ്രസ്സുകളൊക്കെ ആയിരുന്നു. ഇവിടെ ഒരാൾക്ക് ഖാദി എന്ന് കേട്ടാൽ ഭയങ്കര ഒബ്സഷനാണ്. ഖാദി കൊണ്ട് കണ്ടപ്പോൾ തന്നെ അതെന്താണെന്നൊക്കെ നോക്കുമായിരുന്നു. അഭി 3 എണ്ണത്തിന് 500 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു. ഈ നാടകശാലയിലേക്ക് ചെന്ന പോലെ ആയിരുന്നു എനിക്ക് ചുറ്റിനും കണ്ടപ്പോൾ തോന്നി. കാരണം ഭയങ്കര കളർഫുള്ളായിരുന്നു. ആദ്യം തന്നെ ഒരു ഷോൾ വിൽക്കുന്ന കടയിലായിരുന്നു ഞാൻ ചെന്ന് കയറിയത്. ഭായിയോട് എത്ര എന്ന് ചോദിച്ചാൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഒരു ദയ ഇല്ലാതെ ചേട്ടൻ പറയാ 4300 എന്ന്. ഒരു നിമിഷം ആ സ്റ്റോളിൻ്റെ പേരിൽ എഴുതി വെക്കാൻ പോകാമെന്നുള്ള വിചാരിച്ച് ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കാനേ പോയിട്ടില്ല കേട്ടോ. പിന്നെ കണ്ട കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ നല്ലതായിട്ട് തോന്നി. 1500 രൂപയൊക്കെ ഉള്ളായിരുന്നു. മെറ്റീരിയലും നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാത്ത ഒരു തരം തുണിയൊക്കെ ആയിരുന്നു. എൻ്റെ ഒരു ഇത് മേടിക്കുന്ന വേർത്തായിട്ട് തോന്നി. പക്ഷെ ഞാൻ മേടിച്ചില്ല കേട്ടോ. കിട്ടിയല്ലോ. പെണ്ണുങ്ങളുടെ തുണി മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് ചോദിച്ച് ദുഃഖിച്ച് കിടന്ന ആളുടെ മുന്നിലേക്കാണ് ആ കാഴ്ച കടന്നു വന്നത്. അവിടെ ഇരുന്ന കുർത്തീസ് ഒന്നും എനിക്ക് അത്ര പോസിറ്റില്ല. എക്സെപ്ഷണൽ ഡിസൈൻ എന്ന് പറയാനും മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയത് അവിടുത്തെ കുറേ നോർത്ത് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സ് കണ്ടപ്പോഴാണ്. ഭയങ്കര ക്യൂട്ട് ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ചില സാധനങ്ങൾ. ചിലതൊന്നും എന്താണെന്ന് പോലും മനസ്സിലായില്ല. പക്ഷെ പെട്ടെന്ന് രാജസ്ഥാനിലോ ഡൽഹിയിലേക്ക് ഒരു മാർക്കറ്റ് പ്ലേസിലൊക്കെ ചെന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോഴാണ് അപ്പോൾ എനിക്ക് ഒരു ഉണ്ട പോലെ ഇരിക്കുന്ന ഒരു സാധനം എടുത്ത് നോക്കാൻ റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ എടുത്ത് ഉള്ളിൽ എന്താ ഫീലിംഗ് എന്നതെന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് അകത്തുനിന്ന് ഒരാളുടെ എന്തോ ഒരു കുട്ടി സാധനം ഉള്ളിൽ എന്താ സംഗതി എന്നറിയില്ല അടച്ചു വെച്ച് ഞാൻ പെട്ടെന്ന്, കാരണം ഈ പുറത്തെങ്ങാനും ചാടിപ്പോയാലോ എന്ന് വെച്ചിട്ട്. പുതിയൊരു വീട് വെക്കുന്നവർക്ക് ഒരുപാട് അടിപൊളി ഷോക്കേസ് സ്പേസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ August 16th വരെ എക്സിബിഷൻ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ വാരി വെച്ച് കുറേ മെറ്റൽ ജ്വല്ലറീസ് ഒക്കെ ഇട്ടേക്കുന്നുണ്ട്. ഹോണസ്റ്റ്ലി അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചൊരു ഓർഡർ ആക്കി വെച്ചാൽ നല്ലതാണെന്ന് തോന്നി. കാരണം ഒട്ടും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഓർത്തപ്പോഴാണ് എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചത്. അപ്പോൾ ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഡെയിലി വെയർ സാരീസിനൊക്കെ ഒരു 1500 രൂപയുടെ റേഞ്ചിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബംഗാളി ടൈപ്പ് സാരി എന്നൊക്കെ ആ ചേട്ടൻ അവിടെ കടയിലെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ് തരുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാരി എനിക്ക് അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ കൂടുതൽ അതിനെപ്പറ്റി നോക്കാൻ പോയില്ല. പിന്നെയാണ് വിട്ടാൽ ഞാൻ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. ആ കമ്മലിന് 1250 രൂപയായിരുന്നു. 1250 രൂപ 50 പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ചു തന്നായിരുന്നു. അല്ല പിന്നെയും കുറേ വെറൈറ്റി ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് 650 രൂപയായിരുന്നു ആ കമ്മൽ കേട്ടോ. കുട്ടിബൊമ്മകളുടെ ഒരു സ്റ്റാളാണ് പിന്നെ കണ്ടത്. അവിടെ അവരുടെ ലോക്കൽ ടൈപ്പ് കളിപ്പാട്ടങ്ങളും പിന്നെ ഈ വെള്ളം ഒഴിച്ചിൽ പാടുന്ന കിളിയും അങ്ങനെയൊക്കെ അത് കണ്ടപ്പം അബിക്കൊരു കൗതുകം തോന്നി. ആ കിളിയുടെ വില ചോദിച്ചു. ഇച്ചിരി പോകുന്ന കിളിയായിരുന്നു. അതിന് 150 രൂപയാണ് ചേട്ടൻ പറഞ്ഞത്. നമുക്ക് ബാർഗെയിനിങ് സ്കിൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന് പിന്നെ കൂടുതലും ചോദിക്കാൻ പോയില്ല. ഇൻഫ്ലുവൻസസിനെ പോലെ ഒരു ബാഗ് എടുത്ത് ഇങ്ങനെ വെച്ച് നിൽക്കാം, നമുക്ക് ശരിയാവരുടെ ഇത്. ക്യാമറ എടുത്ത് പബ്ലിക് പ്ലേസിലൂടെ വീഡിയോ എടുക്കുന്ന ഒരു കഴിവ് തന്നെയാണ്. ചെയ്യുന്നവരെ സമ്മതിച്ചേ നോക്കൂ. പിന്നെ ഒരു പീക്കിരി ബാഗിന്റെ വില ചോദിച്ചപ്പോൾ 450 എന്ന്. ഇതെന്താടോ, സാധാരണക്കാരൻ ഒരു വിലയില്ലേ? ഇതുപോലത്തെ കമ്മലിന്റെ സേവ് ഡേറ്റിന് ആയിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇവിടുത്തെ ഈ വർഷം നല്ല വെയിറ്റ് കുറവായിരുന്നു. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു അമ്മിക്കല്ലിന്റെ മാറിണ്ടായിരുന്നു. വീണ്ടും വ്യത്യസ്തമായ അലങ്കാര വസ്തുക്കളായിരുന്നു ചുറ്റും. ഇങ്ങനെ കണ്ണ് നടക്കാൻ ഭയങ്കര രസമായിരുന്നു. അവിടെ ഇരിക്കുന്ന കൃഷ്ണനെ കണ്ടപ്പോൾ അമ്മയ്ക്കൊന്നും മേടിക്കാന്ന് വെച്ചത്. പക്ഷേ വില ചോദിച്ചപ്പം 75,000 രൂപ പറഞ്ഞതിന്. പിന്നെ യൂഷ്വലി നമ്മൾ എക്സിബിഷൻസിലും ഫെസ്റ്റിലൊക്കെ കാണുന്ന പോലെ അച്ചാറ്, കാർപ്പറ്റ്, പേൻ മാറാനുള്ള മൈലെണ്ണയോ കാട്ടിനെയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് നമ്മൾ പോഴ്സ്ലീൻ പാത്രങ്ങൾ കണ്ടത്. ഈ ചില റഷ്യൻ സ്റ്റോറീസിലൊക്കെ കേട്ടപ്പോൾ തൊട്ടുള്ള ഇഷ്ടമാണ് പോഴ്സ്ലീൻ പാത്രങ്ങളോട്. പ്രത്യേക എസ്തെറ്റിക് ആണ് ഓരോന്നും. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ആർട്ടിസ്റ്റിക് ഡിസൈൻസ് വെച്ചിട്ടുള്ള നേരിട്ട് കാണുന്നത്. എല്ലാത്തിനെയും വിലയിട്ട് തല ഇറങ്ങിയപ്പോൾ തൊട്ട് അടുത്തുള്ളൊരു ഗോലി സോഡ കടയിൽ കയറി 2 സോഡ മേടിച്ച് കുടിക്കണം എന്ന് വിചാരിക്കുമായിരുന്നു. പല ഫ്ലേവർ ഉണ്ടായിരുന്നു. ബ്ലൂ ലൈമാണ് ഞങ്ങൾ മേടിച്ചത്. കുടിച്ചപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. എക്സിറ്റിന്റെ ഭാഗത്തായിട്ട് ഒരു ഫർണിച്ചറിന്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു. എന്ത് തരം തടിയാണെന്ന് മനസ്സിലായില്ല. പക്ഷെ അവിടെ അതിലെ വർക്ക്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അകത്തോട്ട് കയറിയപ്പം ഈ തടിയുടെ പ്ലേറ്റ്സ്, വോൾ ഹുക്സ്, മസാജർ, പിന്നെ ഈ ചോളം കണക്കിന് എന്തോ ഒരു സാധനം, അങ്ങനെ എന്തൊക്കെയോ കച്ചറപ്പിച്ച സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഈ പണ്ടത്തെ മറ്റേ മുതലക്കുഞ്ഞുങ്ങളുടെ ഒക്കെ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ലാൻഡ് ലൈൻ ഫോണില്ലേ, അതെടുത്ത് വെച്ച് എന്തെങ്കിലും കോസ്റ്റ് കാണിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിലെ ആ ഇൻവെർട്ടർ അനുവദിച്ചില്ല. പഴയ ഈ രാജകൊട്ടാരത്തിലെ കാണുന്ന പോലത്തെ ഉള്ള ഒരു ഡൈനിങ് സെറ്റ് കണ്ടു. ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ 85,000 രൂപയാണ്. മഴ ഇങ്ങനെ ഇപ്പോൾ പെയ്യുന്നുള്ള ഭീഷണി നിൽക്കുമായിരുന്നു. പതുക്കെ പുറത്തോട്ട് ഇറങ്ങി നടക്കാമെന്ന് വെച്ചപ്പം ശുഭം മഴ തകർത്ത് പെയ്യുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. മഴയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ എളമക്കരയിൽ അബിയുടെ അടുത്തൊരു പരിചയമുള്ള ഒരു ചേട്ടൻ്റെ വീടുണ്ട്. അവിടെ അവരൊന്ന് പോകണമായിരുന്നു. അപ്പം ഇരുണ്ട കാലാവസ്ഥയും ഈ സ്റ്റേഡിയവും
ആ ലൈറ്റ്സും അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ നിന്നുപോയി. ഒരു പ്രത്യേക ഭംഗി തോന്നി. ഞങ്ങൾ നേരെ എളമക്കരയിലേക്ക് പോകുമായിരുന്നു. മഴ ഇടയ്ക്ക് ചാച്ചാലെന്നൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ മെട്രോയുടെ പില്ലർ ഉള്ളത് കാരണം ചാറ്റൽ മഴയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് 2 വീലർ പോകുമ്പോൾ നല്ല ഉപകാരമാണ്. കാരണം മഴയൊന്നും അത്ര കൊള്ളില്ല. ആസ് യൂഷ്വൽ എറണാകുളത്ത് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ആൻഡ് കലൂർ ട്രാഫിക്കിൻ്റെ അവിടെ നിന്നപ്പോഴാണ് ഒരു പരസ്യ ബോർഡ് ശ്രദ്ധിച്ചത്. എന്തിൻ്റെ പരസ്യമാണെന്ന് അറിയാവുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആൻഡ് പോകുന്ന വഴിക്ക് അബിയുടെ പരിചയക്കാരൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കണ്ടുമുട്ടിക്കൊണ്ടിരുന്നു. പിന്നെ അടുത്തൊരു ബേക്കറി കണ്ടപ്പോൾ അവിടുത്തെ 2 കുഞ്ഞു മക്കളുണ്ട് ആ ചേട്ടൻ്റെ വീട്ടിൽ. പിന്നെ അവിടുത്തെ അവർക്ക് പലഹാരമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്ന് വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. കാരണം അവിടെ കുറേ സംസാരങ്ങൾ കുഞ്ഞുങ്ങളായിട്ടുള്ള കളിയൊക്കെ കാരണം അവിടെ ഇരുന്ന് പോയി. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ ഞങ്ങൾ മഴയൊക്കെ പെയ്തു. വഴിയുടെ അരികിൽ തന്നെ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു കടയുണ്ട്. അവിടെ കയറി നമ്മളൊരു കട്ടൻ കുടിച്ചു, 2 കട്ടൻ കുടിച്ചു. ആൻഡ് കട്ടൻ കുടിച്ചിട്ട് അതെന്തിനാണ് വീഡിയോ എടുക്കുന്നത് എന്നാണ് അബിയോട് ചോദിക്കുന്നത്. പക്ഷേ ഞാനൊന്നും കാര്യമാക്കിയില്ല, വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. അപ്പം എന്തായാലും തിരിച്ച് ഞങ്ങൾ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതൊന്നും ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ? അപ്പോൾ ശരി, ബൈ.